ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നന്ദേട്ടാ, അതല്ല, നമ്മുടെ അച്ഛൻ മരിച്ചുപോയി. അവളെ നീ കരുതുന്നത് പോലെയല്ല, പിശാചാണ്, പിശാച്. എന്തിനെങ്ങനെ സ്വന്തം അനിയത്തെ കുറിച്ച് കുറ്റം പറയുന്നത്? എന്നോട് അവര് നല്ല രീതിയിലാ പെരുമാറിയത്. കൊള്ളാം, നീയും അവളുടെ ചിരിയിൽ മയങ്ങിപ്പോയല്ലേ? നിന്റെ ചോര അവൾ ഊറ്റിക്കുടിക്കും. നിന്റെ ശരീരം അവള് കച്ചവടം ചെയ്യും. എന്തിനെങ്ങനെ അനാവശ്യമൊക്കെ പറയുന്നത്? ഒരുപാട് പേരെ സഹായിക്കുന്ന ആളല്ലേ അവര്. അവൾ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. എല്ലാം അവളുടെ ആളുകളാണ്. നീ പുറത്ത് കണ്ട ആ സ്ത്രീകളില്ലേ, ജീവിക്കാൻ ഒരു ഗത്യന്തരമില്ലാത്തവരാ ഇവിടെ വന്ന് പെടുന്നത്. എല്ലാവരും ഈ ബിസിനസിന്റെ ഭാഗമാ. ബിസിനസ്സോ? എന്ത് ബിസിനസ്? നിനക്ക് ഈ ലോകത്തെ കുറിച്ചൊന്നും അറിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. കുഞ്ഞേ, ഇതൊരു പെൺവാണിഭ കേന്ദ്രമാ. ശരീരം വിൽക്കുന്ന പാവങ്ങളാ ഇവിടെ ഉള്ളത്. എല്ലാവരെയും വിൽക്കുന്ന ജോലിയാ അവളത്. ഇവിടെ നിന്നാ നിന്നെയും അവൾ വിൽക്കും. അതിനു മുമ്പ് എങ്ങോട്ടാന്ന് വെച്ചാ പോയിക്കോ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അധികം സമയമൊന്നും ഇനി നിനക്ക് കിട്ടില്ല. ഇന്ന് തന്നെ മിക്കവാറും അവൾ നിന്നെ വിറ്റ് കാശാക്കും. കാരണം നിന്നെ അന്വേഷിച്ച ആള് വന്നല്ലോ. ഇനിയും ആരെങ്കിലും വരുന്നതിന് മുമ്പ് നിന്നെ അവൾ ഇവിടെ നിന്ന് കടത്തും. ഈ സിറ്റിയിൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ അവൾക്ക് വേറെയുണ്ട്. കുഞ്ഞേ, ഈ വൃത്തികെട്ട ചതുപ്പിൽ വീണാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. ചോരയും നീരും വറ്റി കരിമ്പിൻ ചണ്ടിയായി ഇതുപോലെ ചാകേണ്ടി വരും. അത് വേണോ കുട്ടി? പുറത്ത് അവളുടെ ഗുണ്ടകളുണ്ട്. പോലീസുകാരോട് പരാതിപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. അവരെല്ലാം അവളുടെ കയ്യിൽ നിന്ന് മാസപ്പടി പറ്റുന്നവരാ. മോളെ, ഞാൻ പറയുന്നത് കേൾക്ക്. പൊയ്ക്കോ, വേഗം എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. അയ്യോ, ചേച്ചി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടാവുമല്ലേ? പേടിക്കണ്ട, മനസ്സിന് സുഖമില്ലാത്ത ആളല്ലേ. കുറച്ചു നാളായി ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. പല കാര്യങ്ങളും ഓർമ്മയില്ല. എന്റെ ചേച്ചിയെ ഭ്രാന്തിന്ന് ആര് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ നേരിട്ട ആളാണ് എന്റെ ചേച്ചി. തരം കിട്ടിയാ ഇറങ്ങിപ്പോവും, എവിടെയെങ്കിലുമൊക്കെ തിരിഞ്ഞു നടക്കും. ഭ്രാന്തിയല്ലേ? നാട്ടുകാർ കളിയാക്കുന്നതിന്
ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ എന്റെ ചേച്ചിയെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് ജീവനാണ് എന്റെ ചേച്ചി. തരം കിട്ടിയ ഓടിപ്പോകുന്നത് കൊണ്ടാ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നത്. അല്ലാതെ സ്നേഹം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. എന്താ ചേച്ചി ഇത്? ഈ കുട്ടി ആകെ പേടിച്ചു. രാവിലെ മരുന്ന് കഴിച്ചായിരുന്നോ? കണ്ടില്ലേ, എന്നോട് പിണങ്ങി. ഇപ്പൊ പറയുന്നതൊന്നും കുറച്ചു കഴിയുമ്പോ ഓർക്കില്ല. സ്വപ്നം കാണുന്നത് പോലെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത്രയേറെ സ്നേഹിക്കുന്ന എന്നെ പോലും കുറ്റം പറയും. അതെന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല, ഈ രോഗത്തിന്റെയാ. പാവം. ആ, അയാള് പോയി കേട്ടോ. ഭാഗ്യത്തിന് നിന്നെ കണ്ടില്ല. എന്റെ കുഞ്ഞെവിടെ? അവിടെയുണ്ട്, നീ വാ. കേറി നമുക്ക് അന്വേഷിക്കാം. ഹലോ, എന്താ സന്ധ്യ? എന്താ, എന്തു പറ്റി? അച്ഛൻ പോയി നന്ദേട്ടാ. അച്ഛൻ എവിടെ പോയി? എന്തിനാ അച്ഛൻ ഇപ്പൊ പുറത്തേക്ക് പോയത്? അത് ഈ സമയത്ത് പോകണ്ട നിനക്ക് പറയായിരുന്നില്ലേ? അതല്ല സന്ധ്യ, അതിന് നീ കരയുന്നത് എന്തിനാ? അച്ഛന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നന്ദേട്ടാ, അതല്ല. നമ്മുടെ അച്ഛൻ മരിച്ചുപോയി. നീ എന്തായി പറയുന്നേ?